ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോകമെമ്പാടും ആഘോഷ രാവിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിനെ വരവേറ്റ് കഴിഞ്ഞു, ഇനി അടുത്ത ന്യൂ ഇയർ ആണ്. ന്യൂ ഇയറിനെ വരവേറ്റ് കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ ആഘോഷങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം കൂടെ കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു വർഷം നല്ലതായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്രേപ്സ് വൈനാണ്, അതായത് മുന്തിരി വൈൻ. അതിൻ്റെ പരിപാടികളൊക്കെയാണ്. അപ്പം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ അതിൻ്റെ വൈൻ എടുക്കുന്നത് മാത്രമായിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അത് ഇതുമായി റിലേറ്റഡ് ആയിട്ടായിരിക്കും, വൈനുമായി റിലേറ്റഡ് ആയിട്ടൊരു ചെറിയൊരു സർപ്രൈസ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോസ് ഓഫ് സിബിൻ വ്ളോഗ്സ്. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ 21 ദിവസം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിധി കുംഭം. അപ്പോൾ തുറന്നു നോക്കിയാലോ. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ആ മണം അങ്ങോട്ട് 21 ദിവസത്തെ സാധനം ഇടയ്ക്കൊന്ന് ഇളക്കിയെങ്കിലും 21ാമത്തെ ദിവസം നമ്മൾ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മണമാണ്. അത് എൻ്റെ സാറേ ചുറ്റുമൊന്നും കാണത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് സാധനം. അപ്പോൾ ഇത് നമ്മൾ നേരെ ഇനി പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് അത്യാവശ്യം ഉണക്കിയ തോർത്താണ്, ഇതുവരെ ഉപയോഗിക്കാത്ത കേട്ടോ, പുത്തൻ സാധനമാണ്. പുത്തൻ സാധനം ഉപയോഗിച്ച് നമ്മൾ ഉണക്കിയ തോർത്താണ്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു ചെരുവ് എടുക്കുന്നുണ്ട്. കേസ് അപ്പം നമ്മളങ്ങനെ ചെരുവത്തിലേക്ക് നമ്മൾ ചേർച്ചൊരു തോർത്ത് ഇറക്കിയിട്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റ് ഒരു തവി കൊണ്ട് നമ്മുടെ മുന്തിരി ചെറുക്കനെ ഇവിടെ ഇറക്കുകയാണ്. കേസ് അപ്പം നമ്മളങ്ങനെ ഫസ്റ്റ് റൗണ്ട് തുടങ്ങുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത് വെച്ചിരുന്ന സാധനമാണ്. ഒന്ന് കലക്കി ഒരു മട്ടൊക്കെ ഒന്ന് അടിയാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പിറ്റേ ദിവസത്തെ വീഡിയോയിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഐറ്റം. ഇത് നമുക്കിതിന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ടുപേരെ വിളിക്കാനുണ്ട്. നമ്മുടെ ക്യാമറയ്ക്ക് പിന്നാമ്പുറത്ത് നിൽക്കുന്ന ജിതിനുണ്ട്, അജിലുണ്ട്, അങ്ങനെ രണ്ടുപേരുണ്ട്. അപ്പോൾ അമ്മമാരും ടേസ്റ്റ് ചെയ്യാം, അമ്മർക്കൂടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി മാത്രം പ്രത്യേകിച്ച് വാങ്ങിച്ച സാധനമാണ് വൈൻ ഗ്ലാസ്. ഇപ്പോൾ ഇതിലായിരിക്കും ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഇന്ന് മുമ്പ് വീഡിയോ കഥ കണ്ടേക്കുന്ന പോലെ ഭരണിയിലല്ല, നമ്മൾ കലത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ എല്ലാവരും പറയുന്നുണ്ട് കലത്തിലുണ്ടായി കഴിഞ്ഞാൽ പൂപ്പൽ വരും, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെയായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ നേരത്തെയും പണ്ട്, അതായത് ഒരു യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇത് മുന്തിരി വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കലത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് ഇതുവരെയായിട്ട് എനിക്കങ്ങനെ പൂപ്പലായിട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കലത്തിലാണ്. ഇതുവരെ എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒഴിക്കുകയാണ്. എന്നെ മതി എന്ന് പറയുന്നത് എന്തോ വീഡിയോയ്ക്ക് വേണ്ടി മാന്യനാവുകയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് അമ്മർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, കേക്ക് മുറിക്കാം. പാട്ടുപാട്. ടിങ്കിൾ ബാം ടൈഗർ ബാം തൈരം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് വൈൻ ടേസ്റ്ററിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ മുന്തിരി വൈൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിതിനും അജിലും കൂടാണ്. അപ്പോൾ ഇതും കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാര്യം പറയാം. ഒരു കേക്ക് കൊടുത്തു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ സാധനം എങ്ങനെയുണ്ട്? നല്ല നല്ല അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും ടേസ്റ്റ്, അത് മധുരം എങ്ങനെയാണ്? കൂടുതൽ കുറവ്? കറക്റ്റ് മധുരമാണ്. കറക്റ്റ് മധുരമാണോ? നമ്മൾ പിന്നെ സാൻഡ്വിച്ചിൻ്റെ ആൾക്കാരാ. ഏത് ഗ്രേപ്സ് വൈനിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾ കാത്തിരിക്കുന്ന മറ്റേ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, 2-3 വർഷത്തെ നമ്മുടെ പൈനാപ്പിൾ വൈനിൻ്റെ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല, യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ തേണ്ട ഇതാണ് സാധനം. ഈ കളറും ഇത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം 2.5-3 വർഷത്തെ എന്ന് പറഞ്ഞപ്പം ഈ പേപ്പറെല്ലാം അങ്ങ് ഒരുമാതിരിപ്പെട്ട്
പോയി ഇരിക്കുകയാണ്. ഇതേണ്ടേ ഇതിൻ്റെ കളർ ഇതാണ്. ഇതേണ്ട ഇതിനെ നിങ്ങൾക്ക് ഇതിന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കളർ കാണാം. നല്ല അത്യാവശ്യം മഞ്ഞ കളറാണ്. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ കുറച്ച് ആടി ഉലഞ്ഞ് ചെറിയായിട്ടൊന്നും ഒരു കോട്ടം തട്ടിയിട്ടുണ്ട്. എന്നാലും നല്ല സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അസൽ കുടിയന്മാർ കേക്ക് കൂടെ കഴിച്ചു. അപ്പോൾ കോമ്പിനേഷൻ കാരണം പൈനാപ്പിളിൻ്റെ കേക്കും പൈനാപ്പിൾ വൈനും കൂടെ. അപ്പോൾ രണ്ടും കൂടെ എങ്ങനെയുണ്ട്? മറ്റേ അപ്പോൾ ആശാനും കൂടെ ഒന്ന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആശാനം കുടിക്കണം. പൈനാപ്പിൾ തന്നെയാണ് ആശാൻ ടേസ്റ്റ് ചെയ്യുന്നത്. നമ്മളത് എത്ര കണ്ടിരിക്കുന്നു. ജിതിൻ പറഞ്ഞ പോലെ പൈനാപ്പിൾ വൈനും പൈനാപ്പിൾ കേക്കും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, അതുപോലെ അത്യുഗ്രം അടിപൊളി സാധനം. അതെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.